ഹായ്, ഇന്നത്തെ കാഴ്ചകൾ കായലിലേതാണ്. വേമ്പനാട്ട് കായലിലേത്. കോട്ടയത്തും ആലപ്പുഴയിലും എറണാകുളത്തുമായി നീണ്ടു പരന്ന് കിടക്കുന്ന കായലാണ് വേമ്പനാട്ട് കായൽ. ഈ വേമ്പനാട്ട് കായലിൻ്റെ തീരത്ത് രണ്ട് മനോഹരമായ ഗ്രാമങ്ങളുണ്ട്. കോട്ടയം ജില്ലയിലെ കുമരകവും ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയും. ഈ മനോഹര തീരങ്ങളിൽ ഒന്നിൻ്റെ തീരത്ത് നിന്നും മറ്റൊന്നിൻ്റെ തീരത്ത് ചെന്ന് തൊട്ടിട്ട് തിരിച്ചു വന്നാലോ? നമുക്ക് ബോട്ട് കയറേണ്ട ജെട്ടിയാണിത്. കുമരകം ബോട്ട് ജെട്ടി. നേരെ മുകളിൽ കാണുന്നതാണ് ജെട്ടി പാലം. നേരെ അക്കരെ കാണുന്നത് കുമരകത്തെ ഏറ്റവും പ്രശസ്തമായ അമ്പലങ്ങളിൽ ഒന്നായ ശ്രീ കുമാരമംഗലം ക്ഷേത്രവും. ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ നടന്നു കയറിയാൽ കുമരകം കോട്ടയം റോഡാണ്. ഈ വഴിയിലൂടെ നമുക്ക് വൈക്കം വഴി എറണാകുളത്തും ചേർത്തലയിൽ ചെന്നിട്ട് ആലപ്പുഴയ്ക്കും എറണാകുളത്തിനുമൊക്കെ പോകാം. പക്ഷെ നമ്മളിന്ന് പോകുന്നത് അങ്ങോട്ടൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മയ്ക്കാണ്. അപ്പോൾ നമുക്ക് പോകേണ്ട ബോട്ട് എത്തിക്കഴിഞ്ഞു. ഇനി ഈ ബോട്ടിൽ യാത്രക്കാരൊക്കെ ഇറങ്ങിയതിന് ശേഷം, ചെറിയ തോടാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരല്പം പ്രയാസപ്പെട്ടൊക്കെയാണ് ഇത് നമുക്കിവിടെ തിരിക്കാൻ പറ്റുന്നത്. അത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യാത്ര ആരംഭിക്കാം. പഴയ കാലത്ത് പണ്ട് സൈക്കിളുകൾ അക്കരെ ഇക്കരെ ബോട്ടിൻ്റെ മുകളിൽ വെച്ച് കെട്ടി കൊണ്ടുപോകുന്ന രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാലം മാറി, ബോട്ടുകൾ മാറി, ബൈക്കുകളും നമുക്ക് വളരെ സുഗമമായി തന്നെ അക്കരെ ഇക്കരെ കടത്താവുന്ന സാഹചര്യം എത്തി. നമ്മൾ കുമരകത്തു നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. വേമ്പനാട്ട് കായലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കുമരകത്തിൻ്റെ തീരത്ത് കാണുന്ന ആ കുരിശും തൊട്ടി, അത് വളരെ മനോഹരമാണ്, അതുപോലെ തന്നെ വളരെ പ്രശസ്തവുമാണ്. ആ കഥ നമുക്ക് പിന്നീട് പറയാം. നമുക്കിപ്പോൾ കാഴ്ചകളിലേക്ക് പോകാം. രാവിലെ 6:30-ക്കുള്ള ബോട്ടിനാണ് നമ്മൾ കയറിയത്. അതുകൊണ്ട് തന്നെ കിഴക്ക് സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഈ ബോട്ട് യാത്ര നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാവിലെയോ വൈകുന്നേരമോ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഈ രണ്ട് സമയങ്ങളും അത്രയ്ക്കും മനോഹരമായ കാഴ്ചകൾ നമുക്ക് നൽകുന്നതായിരിക്കും. സുരക്ഷിതമായ ഒരു യാത്രയ്ക്ക് വേണ്ടുന്ന മുൻകരുതലുകൾ ബോട്ടിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. വേമ്പനാട്ട് കായലിനുള്ളിലെ വളരെ പ്രശസ്തമായ ഒരു ദ്വീപാണ് പാതിരാമണൽ. ദേശാടന പക്ഷികളുടെ ഒരു സങ്കേതമാണ് പാതിരാമണൽ. മാത്രമല്ല, ധാരാളം കഥകളും ചരിത്രവും കാഴ്ചകളും പാതിരാമണലിലുണ്ട്. നമുക്കത് പിന്നീടൊരു തവണ പോകേണ്ടതുള്ളതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ഈ യാത്രയിൽ നമുക്ക് പാതിരാമണൽ കാണാം. കായലിനുള്ളിൽ കാണുന്ന ആ തുരുത്ത്, അതാണ് പാതിരാമണൽ. മുഹമ്മ തീരത്തേക്ക് നമ്മൾ അടുക്കുകയാണ്. ഏകദേശം ഒരു 40-45 മിനിറ്റ് കൊണ്ട് നമ്മൾ മറുകര എത്തിയിരിക്കുകയാണ്. ഈ ബോട്ട് ഇവിടുന്ന് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് കുമരകത്തേക്കും പുറപ്പെടും. ഒരു കായൽ യാത്രയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ 45 മിനിറ്റ് ഇങ്ങോട്ടും
തിരിച്ച് 45 മിനിറ്റുമായി 1.5 മണിക്കൂർ കൊണ്ട് ഒരു ബോട്ടിംഗ്. ഒരു സൈഡിലേക്ക് നമുക്ക് 16 രൂപയാകുന്നത് 1.5 മണിക്കൂർ യാത്രയ്ക്ക് നമുക്കാകുന്നത് 32 രൂപ മാത്രം. നമ്മൾ വന്ന ബോട്ട് തിരിച്ച് പുറപ്പെടുകയാണ്. നമ്മളിതിന് പോകുന്നില്ല. നമുക്ക് മുഹമ്മ ബസ് സ്റ്റാൻഡിൽ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് തിരിച്ചു വരാം. ഈ കാണുന്ന റോഡ് വഴി 5 മിനിറ്റ് നടന്നാൽ നമ്മൾ മുഹമ്മ ബസ് സ്റ്റാൻഡിലെത്തും. ചേർത്തലയിൽ നിന്നും ആലപ്പുഴയിലേക്ക് 2 റോഡുകളാണ് പ്രധാനമായിട്ടുമുള്ളത്. ഒന്ന് നാഷണൽ ഹൈവേ ആണ്, അത് കടലിനോട് ചേർന്നാണ് പോകുന്നത്. മറ്റൊന്ന് തണ്ണീർമുക്കത്ത് നിന്നും ആലപ്പുഴയ്ക്കുള്ള വഴി, അത് കായലിനോട് ചേർന്നു. ആ വഴിക്കിടയിലാണ് നമ്മുടെ ഈ മുഹമ്മ സ്റ്റാൻഡ് ഉള്ളത്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലത്തേക്കും ധാരാളം ബസ്സുകളുമുണ്ട്. നമ്മൾ സ്റ്റാൻഡിലേക്ക് പോയ സമയത്ത് മറ്റൊരു ബോട്ട് കുമരകത്തു നിന്ന് എത്തിയിരുന്നു. അതിപ്പോൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ആ ബോട്ടിന് പോകുന്നില്ല. നമ്മൾ വന്ന ബോട്ടിന് തന്നെ തിരിച്ചു പോകാം. അതുവരെയും നമുക്ക് ഈ കായലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കാം. ഈ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ്. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ. നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ നമ്മളിൽ ഉല്ലാസം നിറയ്ക്കുവാനും സമ്മർദ്ദങ്ങളൊക്കെ ഒന്ന് ലഘൂകരിക്കാനും ഒക്കെ ഈ കായൽ കാഴ്ചകൾ നമുക്ക് പ്രയോജനപ്പെടും. ഇന്ന് പൊതുവെ ശാന്തമായ ഒരു കാലാവസ്ഥയായിരുന്നു, പ്രസന്നമായ ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ സൂര്യോദയം കാണാൻ കഴിഞ്ഞു. ഇന്നത്തെ സൂര്യാസ്തമയം കൂടെ കണ്ടിട്ടേ നമ്മൾ പിരിയുകയുള്ളൂ. നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ തിരുത്തുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു പ്രഭാതമോ സായാഹ്നമോ ആണ് യാത്രയ്ക്ക് ഏറ്റവും മികച്ചതെന്ന്. അതുമാത്രമല്ല കേട്ടോ, നല്ല നട്ടുച്ച സമയത്ത് പോലും ഈ കായൽ കാഴ്ചകൾക്ക് മനോഹാരിത ഒട്ടും കുറവില്ല. ഉച്ച സമയത്ത് നല്ല കാറ്റായിരിക്കും. ഈ കാറ്റേറ്റ് കായൽ നിറയെ അപ്പോൾ ഓളങ്ങളുമായിരിക്കും. ഈ ഓളങ്ങളിൽ വെയിൽ പതിച്ചാൽ നക്ഷത്രം തിളങ്ങുന്നത് പോലെ തിളങ്ങും. അത് കാണാൻ ഭയങ്കര രസമാണ്. കൂടുതൽ കഥ പറഞ്ഞ് സമയം കളയുന്നില്ല. ദാണ്ടെ അകലെ നിന്ന് നമുക്ക് പോകുവാനുള്ള ബോട്ട് വരുന്നുണ്ട്. കുമരകത്ത് ബോട്ട് ജെട്ടി ഇരിക്കുന്നത് കായലിൽ നിന്ന് കൈവഴി വഴി കുറച്ചകത്തേക്ക് കയറണം.
അതുകൊണ്ട് തന്നെ അവിടെ തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ കണ്ടു, ചിലപ്പോൾ കുത്തിത്തള്ളിയൊക്കെയാണ് തിരിക്കേണ്ടി വരുന്നത്. പക്ഷേ മുഹമ്മയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായൽ തീരത്ത് തന്നെയാണ് ജെട്ടിയുള്ളത്. അതുകൊണ്ട് തന്നെ ബോട്ട് നേരെ കറക്കിയെടുത്ത് നമുക്ക് ജെട്ടിയിലടിപ്പിക്കാം. നമ്മൾ കുമരകത്തേക്ക് തിരിച്ചു പോവുകയാണ്. മനോഹരമായ കാഴ്ചകൾ പ്രദാനം ചെയ്യുന്ന ഇടം മാത്രമല്ല വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ ധാരാളം ആളുകളുടെ ഉപജീവന മാർഗം കൂടിയാണ്. ടൂറിസം മേഖലയിൽ ധാരാളം ആളുകൾ, നിരവധി ആളുകൾ പണിയെടുക്കുന്നു. അതുമാത്രമല്ല, ഈ കായലും മനുഷ്യരുമൊക്കെ ഉണ്ടായ കാലം മുതൽ മനുഷ്യർക്ക് വേണ്ടി നല്ല ഫലപുഷ്ടതയുള്ള കായൽ കട്ടയും രുചികരമായ കക്കയും ചെമ്മീനും കൊഞ്ചും കരിമീനും അങ്ങനെ നിരവധി മത്സ്യസമ്പത്തുകൾ മനുഷ്യന് വേണ്ടി വേമ്പനാട്ട് കായൽ കാത്തു സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ 10,000-കണക്കിന് മനുഷ്യരുടെ അന്നദാതാവ് കൂടിയാണ് ഈ വേമ്പനാട്ട് കായൽ. നമ്മൾ കുമരകം തീരത്തേക്ക് അടുക്കുകയാണ്. ആ കാണുന്ന കുരിശും തൊട്ടി, അത് പ്രശസ്തമായിരിക്കുന്ന പല കാരണങ്ങളിൽ ഒന്ന്, അത് പറയാമെന്ന് രാവിലെ പറഞ്ഞിരുന്നു. അവിടെ വെച്ചാണ് ആടുതോമയെ, നമ്മുടെ തോമാച്ചായനെ, തുരപ്പൻ ബാസ്റ്റിൻ കുത്തിയത്. ഫ്രണ്ട്സ്, പ്രഭാതത്തിൽ നിന്ന് സായാഹ്നത്തിലേക്ക് നമ്മളൊരൊറ്റ ചാട്ടം ചാടുകയാണ്. വൈകുന്നേരം 5:30 മണിക്ക് കുമരകത്തു നിന്ന് പുറപ്പെട്ട ബോട്ടിൽ സായാഹ്ന സൂര്യനെ കാണുവാൻ നമ്മളും പോവുകയാണ്. എത്ര മനോഹരമായ കാഴ്ചകളാണ് കായൽ നമുക്ക് നൽകുന്നത്. കാഴ്ചകൾ മാത്രമല്ല, വേമ്പനാട്ട് കായൽ ഒരു ജീവിതോപാധി കൂടിയാണ്. അത്രയ്ക്കും പ്രാധാന്യമുള്ള വേമ്പനാട്ട് കായൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അടിത്തട്ടിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. നീളത്തിലുള്ള ഈ കായലിൻ്റെ കിടപ്പ്, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട നദികളായ പെരിയാറും പമ്പയും അച്ചൻകോവിലാറും മീനച്ചിലാറുമൊക്കെ വന്നു പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. അങ്ങ് കിഴക്ക് ഇടുക്കിയിൽ പെരിയാറിലേക്കോ അതിൻ്റെ പോഷക നദികളിലേക്കോ ഒരാൾ ഒരു പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിഞ്ഞാൽ അടുത്ത മഴക്കാലത്ത് അതൊഴുകി ഇങ്ങ് പടിഞ്ഞാറുള്ള ഈ വേമ്പനാട്ട് കായലിൽ എത്തിച്ചേരും. കിലോമീറ്ററുകൾക്കപ്പുറം വേറൊരു ഭൂപ്രദേശത്ത് തന്നെ ഇരുന്ന് ഒരാൾ ഒരു പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞാൽ അതുപോലും നമ്മുടെ ഈ കായലിന് ഭീഷണിയായിത്തീരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ അലക്ഷ്യമായി കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പകൽ അവസാനിക്കുകയാണ്. സൂര്യനൊക്കെ പോയി, മാനത്ത് ചന്ദ്രൻ തെളിഞ്ഞു. നമ്മൾ മുഹമ്മയിൽ നിന്ന് തിരിച്ച് കുമരകത്തേക്ക് പോവുകയാണ്. ഒരു രാത്രി യാത്ര.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. യാത്രകൾ ചെറുതെന്നോ വലുതെന്നോ ഇല്ല, എല്ലാം യാത്രകളാണ്. അത് ചിലപ്പോൾ നമ്മുടെ നാട്ടുവഴിയിലൂടെ ഒരു നടപ്പാകാം, അല്ലെങ്കിൽ നമ്മുടെ തൊടിയിലൂടെ ഒരു നടപ്പാകാം. അത് യാത്രയാണെന്ന് തിരിച്ചറിയണമെന്ന് മാത്രം. അത്തരമൊരു തിരിച്ചറിവാണ് വൈറ്റ് പേപ്പർ എന്ന നമ്മുടെ ഈ ചാനൽ. കൊച്ചു കൊച്ചു യാത്രകൾക്കും കൊച്ചു കൊച്ചു കഥകൾക്കും കാഴ്ചകൾക്കുമായി എല്ലാ കൂട്ടുകാർക്കും വൈറ്റ് പേപ്പറിലേക്ക് സ്വാഗതം.